ഉദയാമിനിയിൽ ഒഴുകും നിലാവലയിൽ മന്ദം മന്ദം വീശും തെന്നൽ മാലാഖമാരൊത്തു പാടി ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നാം ഏകാഗ്രമായി ഒരു ധ്യാനത്തിലായിരുന്നു. യേശു ക്രിസ്തുവിനെ കുറേ കൂടി അടുത്തറിയാൻ, അവിടുത്തെ സ്നേഹം കുറേ കൂടി അനുഭവിക്കാൻ, അവിടുത്തെ സന്നദ്ധിയിൽ കുറേ കൂടി ആഴത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ ഈ പരിശ്രമം എത്രമാത്രം വിജയം കണ്ടിട്ടുണ്ട് എന്നുള്ളത് തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമുക്ക് തെളിയിക്കാൻ സാധിക്കുക. സ്വർഗത്തിൻ്റെ ദൂത് നമ്മൾ ഓരോരുത്തരിലും വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ എത്തുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്കെല്ലാമുണ്ട്. നേരിട്ട് മാലാഖ ഇറങ്ങി വന്ന് പറയുകയല്ല, വചനത്തിലൂടെ, ഗുരുക്കന്മാരിലൂടെ, മാതാപിതാക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ, വചന ശുശ്രൂഷകളിലൂടെ, അനുരഞ്ജന കൂദാശയിലൂടെ, ഒരുപക്ഷെ അപരിചിതൻ്റെ അപ്രതീക്ഷിതമായ ചില പ്രതികരണങ്ങളിലൂടെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില അനുഭവങ്ങളിലൂടെയെല്ലാം സ്വർഗത്തിൻ്റെ സന്ദേശം നാം ഓരോ ദിവസവും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സ്വർഗീയ ദൂത് തിരിച്ചറിയാനും ദൈവത്തിൻ്റെ ഇടപെടലുകളോട് ഭാവാത്മകമായി പ്രതികരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വളരാനും യേശു അനുഭവത്തിൽ ആഴപ്പെടാനും സാക്ഷ്യ ജീവിതത്തിൽ നമ്മുടേതായ പങ്ക് വഹിക്കാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ആത്മീയ അനുഭവത്തിൽ നാം വളരുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു പാരമ്പര്യം പിന്തുടർന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള യാമപ്രാർത്ഥനകൾ ഒരാരാധനാ സമൂഹം എന്നുള്ള നിലയിൽ ഇടവകയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പലതരത്തിലുള്ള ശുശ്രൂഷകൾ, കൂദാശകളും അതുപോലെ തന്നെ ആത്മീയ പോഷണത്തിന് ആവശ്യമാകുന്ന ശുശ്രൂഷകളും, അതിലുള്ള സജീവമായ ഭാഗഭാഗിത്വത്തിലൂടെ ഈ ആത്മീയ അനുഭവത്തിൽ നാം വളരുന്നു. നമ്മെപ്പറ്റിയുള്ള സ്വർഗത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റാൻ നാം പ്രാപ്തരായിത്തീരുന്നു. അതോടൊപ്പം യേശുക്രിസ്തു പിറക്കുന്ന, യേശുക്രിസ്തു നമ്മെ കാത്ത് കിടക്കുന്ന, ഒരുപക്ഷെ നമ്മെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്ന ഇടങ്ങൾ കണ്ടെത്താൻ, ഇടങ്ങളിലെത്താൻ, ആ പുൽക്കൂടുകളിലെത്താൻ, ആ സങ്കേതങ്ങളിലെത്താൻ, ആ വഴിയോരങ്ങളിലെത്താൻ തീർച്ചയായും ഈ ധ്യാനം നമ്മെ അല്പമെങ്കിലും സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുക. യേശുക്രിസ്തുവിനെ രക്ഷകനായി തിരിച്ചറിയുക. ഒരു ചരിത്ര പുരുഷനായി യേശുവിനെ അറിയുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുണ്ട്. പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. അവിടുത്തെ എൻ്റെ രക്ഷകനായി, എൻ്റെ കർത്താവായി ഏറ്റുപറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം അവിടുത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുക.
ഇത് 2016 ഡിസംബറിലെ ഈ തിരുനാൾ കൊണ്ട്, ക്രിസ്മസ് ആഘോഷം കൊണ്ട് അവസാനിക്കാനുള്ള ഒന്നല്ല. ഇതുവരെ നമുക്ക് ലഭിച്ച അനുഭവത്തിൽ നിന്നും ഒരു പടി മുന്നോട്ട് പോയി ഈ ക്രിസ്മസ് അനുഭവത്തിൽ, ഈ യേശു അനുഭവത്തിൽ, ഈ പുൽക്കൂട് അനുഭവത്തിൽ നമുക്ക് ആഴപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യേശു നഷ്ടപ്പെടാതെ നാം സൂക്ഷിക്കുക എന്നുള്ളതാണ്. നഷ്ടപ്പെടാനുള്ള സാധ്യതകളേറെയാണ്. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷേ യൗസേപ്പും മറിയവും അനുഭവിച്ച ആ നൊമ്പരങ്ങൾ, ആ ഭയപ്പാടുകൾ, ആ അസ്വസ്ഥതകൾ നാം അനുഭവിക്കേണ്ടതുണ്ട്. അതിലേറെ സാധ്യതകൾ, സാഹചര്യങ്ങൾ എന്നിലെ യേശു നഷ്ടപ്പെടാൻ ഇന്നത്തെ ചുറ്റുപാടുകളിൽ ഒരുക്കപ്പെടുന്നുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങളിലൂടെ, വിവര സാങ്കേതിക വിദ്യകളിലൂടെ സാത്താൻ തന്ത്രപരമായി കൗശലപൂർവം കെണികളൊരുക്കി തെറ്റായ പഠനങ്ങളിലൂടെ, വളഞ്ഞ മാർഗങ്ങളിലൂടെ നമ്മെ കുരുക്കാനും ഈ അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാനും ലോക സാമ്രാജ്യത്തിന് വേണ്ടി, സാത്താൻ്റെ സാമ്രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നാം ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിലെ ക്രിസ്തുവിനെ കൊന്നുകളയാനുള്ള പരിശ്രമം അത് ഹെറോദേസിൽ അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അന്ന് യൗസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും പുലർത്തിയ ജാഗ്രത, ആ ജാഗ്രത നഷ്ടപ്പെടാതെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അവരുണർവോടെ ഇരുന്നു. അതാണ് ഈ ശിശുവിന് അപകടമുണ്ടാകാൻ സാധ്യതയുള്ള സൂചനകൾ ദൈവാലോചനയിൽ, വെളിപ്പെടുത്തലുകളിൽ സ്വീകരിക്കാൻ തക്കവണ്ണം സ്വർഗോന്മുഖരായി അവർ ജീവിച്ചു. അലക്ഷ്യമായി അവർ ജീവിച്ചില്ല. ശിശുവിനെ ലഭിച്ചു. ആ സന്തോഷത്തിൽ അവർ മതിമറന്ന് അവരുടേതായ കാര്യങ്ങളിൽ അവർ ഏർപ്പെട്ടില്ല. യേശുവിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അവരുടെ ജീവിതം. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കാൻ അവരെപ്പോഴും സ്വർഗത്തിലേക്ക് കണ്ണുകൾ നോക്കിയിരുന്നു. ആ വെളിപ്പെടുത്തലുകൾക്ക് മുമ്പിൽ ആത്മാർത്ഥമായി അവരെ തന്നെ സമർപ്പിച്ചിരുന്നു. തീർച്ചയായും നമ്മെപ്പറ്റിയും നമ്മുടെ കുഞ്ഞുങ്ങളെപ്പറ്റിയും ദൈവത്തിൻ്റെ പദ്ധതികൾ അറിയാൻ, ആരായാൻ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ യേശു നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി യൗസേപ്പും മറിയവും പുലർത്തിയ ആ ഒരു ജാഗ്രത, രാത്രിയിൽ ചോരക്കുഞ്ഞിനെയും ചേർത്ത് വെച്ചുകൊണ്ട് ആ മാതാപിതാക്കൾ ഈജിപ്തിലേക്ക് പോയി. നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത ക്ലേശം അതിൻ്റെ പിൻപിലുണ്ട്. നമുക്കറിയാം എത്രമാത്രം വ്യഗ്രതയോടെയുള്ള യാത്രയായിരുന്നു. ഈ ദൂരമെല്ലാം അവർ യേശുവിന് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നെഞ്ചോട് ചേർത്ത് വെച്ച് നെഞ്ചിൻ്റെ ചൂട് നൽകി, ഹൃദയത്തിൻ്റെ ചൂട് നൽകി ആ കുഞ്ഞിനെ കൊണ്ടു നടന്നു. അവർക്ക് പ്രധാനം യേശുക്രിസ്തുവായിരുന്നു, ഈ പൈതലായിരുന്നു. ബാക്കിയുള്ളതെല്ലാം അപ്രധാനം. അവർ ഈജിപ്തിൽ പോയി പാർത്തു. ഒരപകടവും ഉണ്ടാവില്ല എന്ന് ഉറപ്പാകുന്നത് വരെ, ഹെറോദേസ് മരിക്കുന്നത് വരെ, ശത്രു മരിക്കുന്നത് വരെ ഒരു പരീക്ഷണത്തിന് തയ്യാറായില്ല. അവരവിടെ തന്നെ പാർത്തു. അതിനുശേഷവും സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് വരെ കാത്തിരുന്നു. മടങ്ങി വരാൻ സ്വർഗത്തിൻ്റെ സന്ദേശം ലഭിച്ചു. നസ്രത്തിലേക്ക് പോയി അവിടെ താമസിക്കാൻ ഇടയായത് എന്ന്. അപ്പോൾ യേശു നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. 12-ാമത്തെ വയസ്സിൽ മാതാപിതാക്കൾ യേശുവിനെയും കൂട്ടിക്കൊണ്ട് പതിവ് പോലെ യെരൂശലേം ദേവാലയത്തിലേക്ക് പോയി. ആ പാരമ്പര്യങ്ങളിലെല്ലാം യേശുവിനെ വളർത്തിക്കൊണ്ടുവരികയാണ്.
ഒരു ബലിപീഠം മാത്രമാണുള്ളത്, ഒരു ദേവാലയം മാത്രമാണുള്ളത് യഹൂദന്മാർക്ക്. യെരൂശലേം ദേവാലയം, ബാക്കിയുള്ളതെല്ലാം പ്രാർത്ഥനാലയങ്ങളാണ്. ഈ പെരുന്നാളുകളിൽ പതിവനുസരിച്ച് യേശുവിനെയും കൂട്ടിക്കൊണ്ടാണ് മാതാപിതാക്കൾ എത്തിയിരുന്നത്. ജാഗ്രതയോടെ കൊണ്ടു നടന്നു. പക്ഷേ ആ ബഹളങ്ങൾക്കിടയിൽ ഒരു ദിവസം നഷ്ടപ്പെട്ടു. പക്ഷേ ആ നഷ്ടം അന്നു തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് നമുക്ക് ലഭിക്കുന്ന മാതൃക, സാധ്യതയാണ്. എപ്പോൾ വേണമെങ്കിലും യേശു കൈവിട്ടു പോകാം, പക്ഷേ ഉടൻ തിരിച്ചറിഞ്ഞു. കണ്ടെത്തുന്നതിനുള്ള ആ ഒരു മടക്കയാത്ര, അതാണ് യേശുവിനെ കണ്ടെത്താനുള്ള ആ യാത്ര, മടക്കയാത്ര. അതാണ് മാനസാന്തരം. പിന്തിരിഞ്ഞ് നടക്കുക, ദേവാലയത്തിലേക്ക് തന്നെ നടക്കുക. അപ്പോൾ അവിടെയാണ് നഷ്ടപ്പെട്ട യേശുവിനെ കണ്ടെത്താനുള്ള മാർഗം. അപ്പോൾ ഈ ക്രിസ്മസ് അനുഭവം നമ്മൾ നിലനിർത്താൻ ഈ ഒരു ജാഗ്രത, നിതാന്ത ജാഗ്രത നാം പുലർത്തേണ്ടതുണ്ട്. ഒരിക്കലും ദൈവം നമ്മെ വിട്ടുപോകുന്നില്ല. പാപത്തിലായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം, പലതരത്തിലുള്ള തഴക്കദോഷങ്ങളിലോ പലതരത്തിലുള്ള ബന്ധനങ്ങളിലോ ആയിരിക്കുന്ന നാം ഓരോരുത്തരും, വെറുപ്പിലോ വിദ്വേഷത്തിലോ ആയിരിക്കുന്ന നാം, യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഒരു പാപിയെ വിട്ട് യേശു ഓടിപ്പോകുന്നില്ല എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ആ ഒരു അവയർനെസ്സിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ മനസ്സാന്തരം നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ കണ്ണുകളിൽ പുതിയ തെളിച്ചം ആവശ്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ പുതിയൊരു വിശുദ്ധി നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുന്നത്, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കണം, പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കണം, സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കണം. അപ്പോൾ ആ വിവേകം എന്താണ്? സർപ്പം നാം പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ നമ്മെ കൊത്താൻ വേണ്ടി കാത്തിരിക്കുകയല്ല. അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ അപകടം പിണയുമ്പോഴാണ് തിരിഞ്ഞു നിൽക്കുന്നത്. എന്നാൽ നേരിയ അപകട സൂചന പോലും ഉൾക്കൊള്ളാൻ സാധിക്കത്തക്കവണ്ണം പാമ്പിന് പ്രത്യേകമായ സിദ്ധിയുണ്ട്. അപകടകരമെന്ന് കണ്ടാൽ സർപ്പം പിന്തിരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ദൈവീക ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അപകടകരമായ സാഹചര്യങ്ങളുടെ സൂചന ലഭിച്ചാൽ യേശു നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നാം എന്തു ചെയ്യണം? ആ സാഹചര്യങ്ങളിൽ നിന്ന് നാം പിൻവാങ്ങണം. വിശുദ്ധിയോടെ ജീവിക്കുന്നതിന് തടസ്സമാകാവുന്ന ആ സാഹചര്യങ്ങളിൽ നിന്ന് നാം വിട്ടുപോകണം. ഇനിയും സർപ്പത്തിന് അടിയേൽക്കാനിടയായാലോ, ഒരടിയേൽക്കാനിടയായാൽ എപ്പോഴും ആ അടി കൊള്ളാൻ സാധ്യതയുള്ള തലയ്ക്ക് അടിയേൽക്കാതിരിക്കാൻ എപ്പോഴും സർപ്പം ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് എപ്പോഴും തലയിങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ജാഗ്രത, പാപത്തിൽ പെടാതിരിക്കാൻ, മരണകരമായ അപകടത്തിൽ ചെന്ന് പെടാതിരിക്കാൻ, അങ്ങനെ യേശു അനുഭവത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടയാകാതിരിക്കാനുള്ള ആ ഒരു വിവേകം, ദൈവീകമായ പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപ എപ്പോഴും നമുക്കുണ്ടാവണം. ആ ഒരു ജാഗ്രത, അത് എൻ്റെ ആത്മാവിലുണ്ടാകുന്ന ആ ഒരു അന്ധകാരം അത് ഗൗരവമായി കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രാവിൻ്റെ നിഷ്കളങ്കത, അതാണ് നിഷ്കളങ്കത, ആ ഒരു നൈർമല്യം നാം സൂക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതം എപ്പോഴും ആഘോഷിക്കപ്പെടാനുള്ളതാണ്. ഇപ്പോൾ ഇന്ന് സാധാരണ ഭാഷയിൽ പറയുന്ന ഈ അടിച്ചു പൊളിച്ചുകൊണ്ടുള്ള ആ ഒരു ആഘോഷത്തെ സംബന്ധിച്ചല്ല, അത് ആഘോഷമാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ജീവിതത്തെ വെറും ഒരു ഉല്ലാസമായി, ഒരു ഉല്ലാസയാത്രയാക്കി കാണുക. ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയി അവിടെ ഉണ്ടാകുന്ന പരിക്കുകൾ തീർക്കാൻ വേണ്ടി വേറുല്ലാസയാത്രയ്ക്ക് പോവുക. എന്നാൽ നമ്മുടെ ജീവിതം വിശുദ്ധയാത്രയാണ്. നമ്മുടെ ജീവിതം തീർത്ഥാടനമാണ്. നമ്മളുടെ മുൻഗാമികൾ പോയ
ആ പാതയിലൂടെ, അവരുടെ പുണ്യജീവിതം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട പാതയിലൂടെയാണ് നാം പോകുന്നത്. അവർ സഞ്ചരിച്ച പാത, ഈ ബേദലഹേമിലേക്കുള്ള പാത നമുക്ക് പരിചിതമാണ്. ആ കണ്ടുമുട്ടലിൻ്റെ പാത നമുക്ക് പരിചിതമാണ്. ദേവാലയത്തിലേക്കുള്ള പാത നമുക്ക് പരിചിതമാണ്. പാവപ്പെട്ടവരിലേക്കുള്ള, അയൽവക്കക്കാരിലേക്കുള്ള പാത നമുക്ക് പരിചിതമാണ്. ആ പാതയിലൂടെ നാം സഞ്ചരിക്കണം. അപ്പോൾ നമ്മളുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ നാം കൈവിടാൻ പാടില്ല. അത് അണുവിട തെറ്റാതെ നമുക്ക് യേശുക്രിസ്തുവിൽ എത്താനും യേശുക്രിസ്തുവിൽ നിലനിൽക്കാനും സഹായകമാകും. യേശുക്രിസ്തുവിൻ്റെ മാതാപിതാക്കൾ പഴയതിനെ എല്ലാം പുതുക്കാൻ വേണ്ടി വന്ന രക്ഷകനായ യേശുക്രിസ്തു വളർന്നു വന്നത് അന്ന് കൂടി നടക്കുന്ന ആ യഹൂദ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ യാന്ത്രികതയിൽ നിന്നും അവിടുന്ന് പുറത്തു നിന്നിരുന്നു. എന്നാൽ അതിൻ്റെ ആന്തരികതയിൽ അതിൽ ഭാഗവാക്കായിരുന്നു എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ വിശുദ്ധരായ മാതാപിതാക്കൾ, നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വിശുദ്ധിയുടെ മാർഗങ്ങൾ യേശുക്രിസ്തു കൈവിട്ടുപോകാതെ ജീവിക്കുന്നതിനുള്ള ആ മാർഗങ്ങളാണ്. നൊയമ്പിൻ്റെയും തപസ്സിൻ്റെയും പ്രാർത്ഥനയുടെയും നൊവേനയുടെയും ജപമാലയുടെയും ഒക്കെ ആ ഒരു പുണ്യവാന്മാരോടുള്ള കൂട്ടായ്മയുടെയും മാലാഖമാരുടെ സംരക്ഷണത്തിൻ്റെയും ഒക്കെ ആ പാഠങ്ങൾ യഥാർത്ഥത്തിൽ വഴിതെറ്റാതെ യാത്ര ചെയ്യുന്നതിന് നമ്മെ പഠിപ്പിക്കുന്നതാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം, സുവിശേഷത്തിൻ്റെ സുവിശേഷം എന്ന് പറയാവുന്ന 15-ാം അധ്യായത്തിലെ 3 ഉപമകൾ നമുക്കെല്ലാം വളരെ പരിചിതമായ ഉപമകളാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് അവസരത്തിൽ കടക്കാനല്ല. അത് നഷ്ടപ്പെട്ട ആട്, നഷ്ടപ്പെട്ട നാണയം, നഷ്ടപ്പെട്ട മകൻ. അപ്പോൾ ഈ 100-ൽ 99 10-ൽ 9 കയ്യിലുണ്ട്. അപ്പോൾ ഈ 2 മക്കൾ അവൻ സ്വമേധയായി ഇറങ്ങിപ്പോയതാണ്. പക്ഷേ അവിടെ സന്തോഷമില്ല, അവിടെ ആഘോഷമില്ല. ആ ആഘോഷമെന്ന് പറയുന്നത് ബലിയാണ്. വിശുദ്ധ കുർബാന എന്ന ആഘോഷം, അതിനേക്കാൾ വലിയൊരു ആഘോഷം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ ഈ 100 ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ ആഘോഷമുള്ളൂ. ഈ എക്കണോമിക്സ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഈ പെർസെൻറ്റേജ് പറഞ്ഞാൽ 100-ൽ 1 എന്ന് പറഞ്ഞാൽ ആ നഷ്ടമേ അല്ല, സ്വാഭാവികം, വളരെ സ്വാഭാവികമാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന പാഠം 99 1 പോയാലും നമുക്കെല്ലാം നഷ്ടപ്പെട്ടതുപോലെയുള്ള നൊമ്പരമാണ്. കൂട്ടായ്മയിലുണ്ടാകുന്ന ആ ഒരു വിള്ളലാണ്. അപ്പോൾ എന്താണ്? തേടി ഇറങ്ങി കൊണ്ടുവരിക എന്നുള്ളതാണ്, കണ്ടുപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സന്തോഷം പൂർണ്ണമാകാൻ ഇത് തന്നെയാണ്. യഥാർത്ഥത്തിൽ 1 നഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ സന്തോഷത്തിൻ്റെ തികവ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മിൽ നിന്നും അകന്നു നിൽക്കുന്നവരിലേക്കുള്ള ഒരു യാത്ര, അത് തീർത്ഥാടനമാണ്. അപ്പോൾ മറ്റുള്ളവരിലേക്കുള്ള ഒരു യാത്ര, നാം പലപ്പോഴും എന്താണ്, നമ്മിൽ തന്നെ നാം ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. നമുക്ക് പുറത്തു കടന്ന് നാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അവശ്യം ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ കൂട്ടായ്മയോടും നാം പുലർത്തേണ്ട ആ ഒരു ബന്ധം, ആ ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകൾ നമ്മുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടും. അത്യുന്നതന് മഹത്വം കൊടുക്കാൻ അത് തടസ്സമായി നിൽക്കുന്നു. 99-നെയും വിട്ടുകൊണ്ട് 1-നെ തേടിപ്പോവുകയും അതിനെ തോളിലേറ്റി ലാളിക്കുകയും ചെയ്യുന്ന അത് ആഘോഷമാക്കി മാറ്റുന്ന ഒരനുഭവം, അതാണ് വിശുദ്ധ കുർബാനയിൽ, അതാണ് നമുക്ക് കണ്ടെത്തുന്നത്. 10 നാണയങ്ങളിൽ 1 മാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നഷ്ടപ്പെട്ട 1-ന് വേണ്ടി അവൾ അന്വേഷിക്കുന്നത് എവിടെയാണ്? വിളക്ക് തെളിച്ച് വീടിന് പുറത്തല്ല, വീടിനുള്ളിലാണ്. പ്രിയപ്പെട്ടവരെ, നാം ഓർമ്മിക്കണം, നമ്മളുടെ വിലപ്പെട്ടത് പലതും നഷ്ടപ്പെട്ടിരിക്കുന്നത്, ചോർന്നു പോയിരിക്കുന്നത് നമ്മിലും തന്നെയാണ്.
അതിലൂടെ യേശു ക്രിസ്തുവാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ 10-ൽ 1 പോയാൽ, ഇപ്പം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന 1 പോയാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം കള്ളനാണയങ്ങളായിത്തീരും. അതാണ്, ബാക്കിയുള്ളതെല്ലാം കള്ളനാണയങ്ങളായിത്തീരും. വിശുദ്ധി നഷ്ടപ്പെട്ടാൽ, എന്നിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടാൽ, പരിശുദ്ധാത്മാവിനെ വിട്ടുപോയാൽ, ബാക്കിയുള്ളതെല്ലാം എൻ്റെ താലന്തുകൾ, എൻ്റെ കഴിവുകളെല്ലാം അതെല്ലാം വെറും കള്ളനാണയങ്ങളായി മാറുന്നു എന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ അവൻ അന്വേഷിക്കുകയാണ്. വിള്ളൽ വീഴാതെ നാം നോക്കണം, സൂക്ഷിക്കണം എന്നുള്ളതാണ്. അവസാനം എന്താണ്? നഷ്ടപ്പെട്ട മകൻ, ആ മകൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആ ഒരു പിതാവ് പ്രകടിപ്പിക്കുന്ന സന്തോഷം. പക്ഷേ അവിടെ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം, ഒരുവൻ പുറത്തു നിൽക്കുന്നു, അകത്തുണ്ട് എന്ന് കരുതിയവൻ പുറത്തു നിൽക്കുന്നു എന്നാണ്. മൂത്ത മകൻ പുറത്തായി. കാരണം എന്താണ്? അകത്തു നിൽക്കുന്നു എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അവൻ വേലക്കാരൻ്റെ മനോഭാവത്തോടെ അവൻ വയലിലും ആൾക്കൂട്ടങ്ങളിലും വഴിയോരങ്ങളിലുമായിരുന്നു. ഭവനത്തിൽ ആ സന്തോഷം അവർ പങ്കുവച്ചിരുന്നില്ല. ആ ഒരു വേവ്‌ലെങ്ത്, അതാണ് തിരിച്ചു വരുമ്പോൾ വീട്ടിലുള്ള സന്തോഷത്തിൻ്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ അവൻ വിളിച്ചു ചോദിക്കുന്നത് പിതാവിനെയല്ല, പിതാവേ എന്താണ് അവിടെ സന്തോഷത്തിന് കാരണമെന്നല്ല, വേലക്കാരനെയാണ് വിളിച്ചു ചോദിക്കുന്നത്, എന്താണ് ഈ സന്തോഷത്തിന് കാരണം. അപ്പോൾ അവൻ പറയുന്നത് എന്താണ്? അവനെ സംബന്ധിച്ചിടത്തോളം മകൻ തിരിച്ചു വന്നതിൻ്റെ സന്തോഷം അവൻ എങ്ങനെ മനസ്സിലാക്കും? അവൻ പറഞ്ഞു, അവിടെ കാളക്കുട്ടി ചേർത്ത കാര്യമാണ് അവൻ പറയാനുള്ളത്. അതാണ്, അവനെപ്പോഴും പുറത്തു തന്നെ നിന്നു. അപ്പോഴാണ് പിതാവ് ഇറങ്ങി വന്ന്, മകനെ നീ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്, നീ എപ്പോഴും എൻ്റെ കൂടിയുണ്ട്. പക്ഷേ എന്താണ്? അപ്പോൾ അവൻ അകത്തു വന്ന് സന്തോഷത്തിൽ ഭാഗവാക്കാകാനല്ല, പുറത്തു നിന്നുകൊണ്ട് കണക്ക് പറയാനാണ് അവൻ തയ്യാറായത്. പ്രിയപ്പെട്ടവരെ, നാം ഓർമ്മിക്കേണ്ടത്, യേശു നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ നാം തിരിച്ചറിയണം. യേശു നമുക്ക് നഷ്ടപ്പെടാനിടയുള്ള ഈ സാഹചര്യങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ഈ അപകടകരമായ സാഹചര്യങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. വഴിതെറ്റിക്കുന്ന നക്ഷത്രങ്ങളിൽ നാം അകന്നു നിൽക്കണം. വീണുപോയ, മാർഗഭ്രംശം സംഭവിച്ച നക്ഷത്രങ്ങളുണ്ട്. ഒരിക്കൽ പക്ഷേ നക്ഷത്രങ്ങളായിരുന്നു. തെറ്റായ പ്രബോധനങ്ങൾ വീണ് വഴിതെറ്റിപ്പോയവരുണ്ടാവാം, നമ്മെ വഴിതെറ്റിക്കും. അതുപോലെ തന്നെ യേശുവില്ലാത്ത ചില കൊട്ടാരങ്ങൾ നമ്മെ വഴിതെറ്റിക്കാനിടയായിത്തീരുന്നു. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, യേശുക്രിസ്തുവിനെ നമ്മിൽ കോട്ട കെട്ടി നിർത്താൻ സാത്താനെ പുറത്തു നിർത്തണം. സാത്താനെ നാം പുറത്തു നിർത്തണം. സാത്താനെ വീഴ്ത്തുന്നതിനുള്ള ആയുധങ്ങൾ നാം കരുതണം. അതാണ്, സാത്താനെ വീഴ്ത്തുന്നതിനുള്ള ആയുധങ്ങൾ നാം കരുതണം. നാം ഓരോരുത്തരും നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും ആയുധപ്പുരകൾ വിപുലമാക്കണം. നമ്മുടെ പൂർവികരിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആയുധങ്ങളുണ്ട്. പൗലോസ് എഫേസ്യക്കാർക്ക് എഴുതുമ്പോൾ നാം വായിക്കുന്നുണ്ട്, അവരുടെ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവീൻ. സമാധാന സുവിശേഷത്തിലുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവീൻ. ദുഷ്ടൻ്റെ കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവീൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവീൻ. അപ്പോൾ ഈ പടത്തൊപ്പി നമുക്ക് മുദ്രയിട്ട്, നെറ്റിത്തടത്തിൽ മുദ്രയിട്ട് നമ്മെ അണിയിച്ചിരിക്കുന്ന അഭിഷേകത്തിൻ്റെ പടത്തൊപ്പി, അത് മാമുദിസായിലൂടെ സ്ഥൈര്യരൂപണത്തിലൂടെ എല്ലാം ലഭിച്ചിട്ടുള്ള പടത്തൊപ്പിയുണ്ട്. ദൈവവചനം എന്ന വാളുണ്ട്, വിശ്വാസം എന്ന പരിചയമുണ്ട്. സത്യത്തിലധിഷ്ഠിതമായ ജീവിതം, നീതിയിലധിഷ്ഠിതമായ ജീവിതം, എങ്കിലേ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. സമാധാന സുവിശേഷമാണ് നമ്മുടെ സുവിശേഷം. ഈ ആയുധങ്ങൾ നാം ബലപ്പെടുത്തിയെടുക്കണം. അതോടൊപ്പം ഈ ആയുധപ്പുരയിൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമുക്ക് പ്രത്യേകമായ രീതിയിൽ നൽകിയിട്ടുള്ള കാലോചിതമായ ആയുധങ്ങൾ പരിശുദ്ധ അമ്മ നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെയാണ് ജപമാല നൽകി, കരുണക്കൊന്ത നമുക്ക് ലഭിക്കാനിടയായി, വിവിധ തരത്തിലുള്ള കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, വിവിധ തരത്തിലുള്ള ഈ ഒരുക്കത്തോടു കൂടിയുള്ള കുർബാന സ്വീകരണം, ഇങ്ങനെ വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട്. നമ്മുടെ ആയുധപ്പുരയെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത്, മറ്റാരും മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില ആയുധങ്ങൾ എൻ്റേതായി ഞാൻ സൂക്ഷിക്കണം. അപ്പോൾ ശത്രു അറിഞ്ഞിട്ടില്ലാത്തവണ്ണം എനിക്ക് സുരക്ഷിതത്വം നൽകുന്ന, കോട്ട കെട്ടി സുരക്ഷിതത്വം നൽകുന്ന, എന്നിലേക്ക് കടന്നാക്രമണം വരുമ്പോൾ തടഞ്ഞു നിർത്താൻ തക്ക മാരകമായ ആയുധങ്ങൾ, സാത്താനെ വീഴിക്കുന്നതിനുള്ള മാർഗങ്ങൾ എൻ്റെ തപശ്ചര്യയുടേതയോ എൻ്റേതായ മാർഗത്തിലൂടെയോ എൻ്റേതായ ചില ആയുധങ്ങൾ കണ്ടെത്താൻ എനിക്ക് സാധിക്കണം. എൻ്റേതായ ചില മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കണം. അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതാണ് മാലാഖമാരുമായിട്ടുള്ള സംരക്ഷണം. എനിക്ക് കാവൽ മാലാഖയുണ്ട്. ഇപ്പോൾ പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും മാലാഖയുമായിട്ടുണ്ടായൊരു സംസർഗം യൗസേപ്പ് പിതാവിന് ഈ മാലാഖ പ്രത്യക്ഷപ്പെട്ട് സ്വപ്നത്തിൽ വെളിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ മാലാഖ നേരിട്ട് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഒരു സംസർഗം നമുക്ക് വേണം. കാവൽ മാലാഖയെ ആര് പരിഗണിക്കുന്നു? ഗബ്രിയേൽ മാലാഖയും റപ്പായേൽ മാലാഖയും മിഖായേൽ മാലാഖയും മുഖ്യദൂതന്മാർ നമുക്ക് വേണ്ടി അയച്ചു തരപ്പെട്ടിട്ടുള്ള, നമുക്ക് ലഭിച്ചിട്ടുള്ള ആ മാലാഖമാരുടെ വലിയ വൃന്ദം തിന്മയുടെ ശക്തിയെ അകറ്റി നിർത്താൻ ഈ മാലാഖമാരുടെ വൃന്ദം കോട്ടകെട്ടണം. സാത്താൻ എല്ലാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ സൈന്യവ്യൂഹത്തെ ഇറക്കിയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ രക്ഷകനായ യേശു എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ കോട്ട കെട്ടി നാം സംരക്ഷിക്കേണ്ടതുണ്ട്. പുതിയ പുതിയ ആയുധങ്ങൾ നാം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ ആയുധപ്പുരകൾ നാം വിപുലമാക്കേണ്ടതുണ്ട് എന്ന്. അപ്പോൾ ഇതൊരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഒന്നാമതായി ഞാൻ പോരാടുന്നത് എന്നിലെ അഹത്തിനെതിരെയാണ്, എനിക്കെതിരെ തന്നെയാണ്, എൻ്റെ സ്വാർത്ഥതയ്ക്കെതിരെയാണ്. എന്നിൽ പോരാടി വിജയിക്കുന്ന ഞാൻ തീർച്ചയായും തിന്മയ്ക്കെതിരെ, സാത്താനെതിരെ പോരാടി വിജയം നേടാൻ നമുക്ക് സാധിക്കും. ഈ ക്രിസ്മസിൽ നാം ഇന്ന് നമ്മിൽ നിറഞ്ഞിരിക്കുന്ന ഈ ആത്മീയ അനുഭവം സംരക്ഷിക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ക്രിസ്തുമസ് നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ബലിയാണ്. ആ ബലിയുടെ തുടക്കം അവിടെയാണ്. എല്ലാം വിട്ട് ഈ പുൽക്കൂട്ടിലേക്ക് ഇറങ്ങി വന്ന് ആരംഭിച്ച ആ ബലിജീവിതം ഒരു തീർത്ഥാടനമായി ഇങ്ങനെ ഗോകുൽത്തായിൽ പൂർത്തിയായി. നമ്മുടെ ജീവിതം പുതിയൊരു സമർപ്പണത്തിലേക്ക് കടന്നു വരാൻ, നമ്മുടെ ബലി സമ്പൂർണ്ണമാക്കാൻ ഈ ക്രിസ്മസ് സഹായകമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ ദിനങ്ങളിൽ സ്വർഗം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ കൃപകളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വെളിച്ചത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ക്രിസ്മസ് ആഘോഷം പുതിയ ഒരു സമർപ്പണത്തിൻ്റെ അവസരമാക്കി തീർക്കണമേ. യേശുവിനോടൊപ്പം യാത്ര ചെയ്യുകയും യേശു അനുഭവത്തിൽ ആഴപ്പെടുകയും ചെയ്യുന്ന ആ ഒരു സംഭവമായി ഈ ക്രിസ്മസ് തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തെ തന്നെ, എൻ്റെ കുടുംബത്തെ തന്നെ വലിയൊരു ആയുധപ്പുരയാക്കി പുതിയ പുതിയ ആയുധങ്ങൾ ഈ ആയുധപ്പുരയിൽ കൂട്ടിച്ചേർത്ത് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം നേടാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൻ്റെ പൂർത്തീകരണം എന്ന വണ്ണം നമുക്ക് വിശുദ്ധ കുർബാനയുടെ ആരാധനയിലൂടെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം.
നീതിമയന്മാരാരെ നോക്കി വിറച്ചിടുന്നു. അവനെ മേശയിലപ്പം വീഞ്ഞ നീ കാണുന്നു. ആരെ മിന്നലുടുത്തവർ നോക്കുകിൽ എരിയും നൂടനെ. അവനെ മൺമയർ ഭക്ഷിച്ചു മുഖം തെളിയും നേറ്റം. എരിതീപുത്രരഹസ്യങ്ങളോ വിണ്ണവരീടയിൽ. ഈശായാതാൻ കണ്ടിവ നമ്മോടു സാക്ഷിക്കും. ദൈവത്വത്തിൻ മടിയിലിരി പുരഹസ്യങ്ങളിവാ. ഏവം മേശയിലാദാമ്യർക്ക ഭാഗിക്കും. രൂപേന്മാരുടെ തേരതുപോലെ സ്ഥിരമേ മദ്ബഹാ. സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട്. ദേവസുതൻ തിരുമേനിയതല്ലോ മേശയിലീവിടെ. കൈകളിലാതാ മക്കളെടുത്ത ഘോഷിക്കും. പട്ടുധരിച്ചവനൊപ്പം നിന്നേഹ വീണ്ടും പട്ടക്കാരൻ മാണിക്യങ്ങളെ വിതറിയിടും. മാനവരിടയിലസൂയ ദോഷം പാടുണ്ടെങ്കിൽ മാനുഷ്യസുതരോ ക്രോബേന്മ കൊണ്ടതുരൂനം. മാലാഖമാരുടെ സ്തുതിപ്പുകൾക്ക് മധ്യേ കഴിയുന്നവൻ, പരമപരിശുദ്ധനായ സർവശക്തനായ ദൈവം നമ്മെ തേടി നമ്മുടെ മധ്യേ ഇറങ്ങി വസിക്കുന്നു. ഈ വലിയ കരുണ അനുഭവിച്ചറിയുവാനുള്ള പരിശ്രമത്തിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. സ്വർഗത്തിൻ്റെ സന്ദേശം, സ്വർഗത്തിൻ്റെ ദൂത് തിരിച്ചറിയാനുള്ള കൃപകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു. ലോകദൂതുകളെ തിരിച്ചറിഞ്ഞ് സാത്താൻ ഒരുക്കുന്ന ആരവങ്ങളുടെ കൗതുകങ്ങളുടെ കെണികളിൽ നിന്നും രക്ഷപ്പെടാൻ കർത്താവിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചു. മാലാഖമാരുടെ സ്തുതിപ്പുകളോട് ചേർന്ന് നമ്മുടെ സ്തുതിപ്പുകളെ സമർപ്പിച്ചുകൊണ്ട് ഒരാരാധനാ സമൂഹമായി
നമ്മുടെ ജീവിതത്തെ നിലനിർത്താനും ബലപ്പെടുത്താനും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആഘോഷിക്കാനും സാക്ഷ്യപൂർണ്ണമാക്കി തീർക്കാനും നാം തീരുമാനമെടുത്തു. രമ്യപ്പെടേണ്ട എല്ലാവരുമായി രമ്യപ്പെടാനും, ക്ഷമ കൊടുത്ത് ക്ഷമ സ്വീകരിച്ച് സ്നേഹത്തിൽ ആഴപ്പെടാനും കർത്താവിൻ്റെ കരുണ നാം തേടി. അവിടുത്തെ കർത്താവായി ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കാൻ എൻ്റെ ഹൃദയം അവിടുത്തെ ഹൃദയം പോലെ നിർമ്മലമായി തുറക്കപ്പെടാനും അവിടുത്തേക്ക് സാക്ഷിയായി ജീവിക്കാനും നമ്മുടെ ജീവിതത്തെ നാം സമർപ്പിച്ചു. നമ്മുടെ വിലപ്പെട്ടതെല്ലാം അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ മുൻഗണനകൾ, പ്രയോറിറ്റീസ് തിരുത്തിക്കുറിക്കാൻ എൻ്റെ ദൈവമേ അങ്ങേക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് അവിടുത്തെ ഭരണത്തിന് കീഴിൽ അവിടുത്തെ നിയന്ത്രണത്തിൽ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് എല്ലാ ബന്ധങ്ങളെയും, എല്ലാ കർമ്മവേദികളെയും, എല്ലാ സമീപനങ്ങളെയും വിശുദ്ധീകരിക്കാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, പുൽക്കൂട്ടിലെത്തിയിരിക്കുന്ന എനിക്ക് ഈ ക്രിസ്മസിന്റെ സന്ദർഭത്തിൽ എന്നെ വ്യഗ്രതപ്പെടുത്തുന്ന ഒരു ഭയം അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ആവശ്യപ്പെടുന്ന ജീവിത വ്യതിയാനം വരുത്താൻ അവിടുത്തെ കൃപ ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അത് മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും ഭയമായിരുന്നു. എൻ്റെ ദൈവമേ, അങ്ങയെ ഞാൻ കണ്ടു, അങ്ങയെ ഞാൻ ശ്രവിച്ചു, അങ്ങയെ ഞാൻ അനുഭവിക്കുന്നു. അവിടുത്തെ സന്നദ്ധിയിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രഘോഷിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. എനിക്കൊരപേക്ഷ, എൻ്റെ ഉള്ളുരുകിയ പ്രാർത്ഥന, അവിടുന്ന് എന്നെ വിട്ടുപോകരുത്. ഒരിക്കലും അവിടുത്തെ നഷ്ടപ്പെടാനിടയാവരുത്. അങ്ങനെയുള്ള സമർപ്പണത്തിൽ ഞാൻ ആഴപ്പെടണം. നഷ്ടപ്പെടാനിടയുള്ള സാധ്യതകൾ, സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അവിടുന്ന് എന്നെ കോട്ട കെട്ടി സംരക്ഷിക്കണം. അതിന് ഞാൻ എത്രമാത്രം വ്യഗ്രത പുലർത്തണമെന്ന് വിശുദ്ധ യൗസേപ്പും വിശുദ്ധ മറിയവും എന്നെ ഓർമ്മിപ്പിക്കുന്നു. ചോരക്കുഞ്ഞിനെ മാറോട് ചേർത്ത് എല്ലാം മറന്ന് നാട് വിട്ട് വീട് വിട്ട് ഓടിപ്പോകുന്ന യേശുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, തണുത്തു വിറയ്ക്കുന്ന അന്തരീക്ഷത്തിൽ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് നൽകിക്കൊണ്ട് പാതിരാത്രിയിൽ ഈജിപ്തിലേക്ക് ഓടിപ്പോകുന്ന വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ മറിയവും അതിനുള്ള കൃപ എനിക്ക് വേണം. ചില ഇടങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം അവിടുന്ന് ആവശ്യപ്പെടുന്നു. ചില ബന്ധങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം അവിടുന്ന് ആവശ്യപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ നിന്നുമുള്ള ഒരു ഓട്ടം, വിട്ടുമാറിയുള്ള ഓട്ടം അവിടുന്ന് ആവശ്യപ്പെടുന്നു. ശിഷ്യന്മാരോട് കർത്താവ് ഉപദേശിച്ചതുപോലെ
സർപ്പത്തെ പോലെ വിവേകികളായിരിക്കാൻ, അപകട സൂചന കാണുമ്പോൾ തന്നെ ഓടിയൊളിക്കാൻ, വിശ്വാസത്തിന്റെ തലയ്ക്ക് അടിയേൽക്കാതിരിക്കാൻ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ, വിശുദ്ധി അപകടത്തിൽപ്പെടാതിരിക്കാൻ ശ്രദ്ധയോടെ പിന്മാറാൻ, പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുപോകാൻ എൻ്റെ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എന്നെ ഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. യേശുവിന് 12 വയസ്സുള്ളപ്പോൾ ആ മാതാപിതാക്കൾക്ക് ഒരിക്കൽ യേശു നഷ്ടപ്പെട്ടു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരവസരത്തിൽ യെരുശലേം ദേവാലയത്തിലെത്തി. അവിടെ കാഴ്ചകൾ അർപ്പിച്ചിട്ട് മടങ്ങുമ്പോഴാണ് വിശുദ്ധമായ ഇടങ്ങളിൽ വെച്ച് പോലും നഷ്ടപ്പെടാം യേശു. അതിനെ അസ്വസ്ഥതപ്പെടുത്തുന്നു. പക്ഷേ ആ മാതാപിതാക്കൾ ഉടൻ തന്നെ ആ നഷ്ടപ്പെടൽ തിരിച്ചറിഞ്ഞു. ദൈവമേ, തിരിച്ചറിവ് ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടുപോയാൽ ഞാൻ അന്ധകാരത്തിലൂടെ നടന്നു നീങ്ങേണ്ടി വരും. വിട്ടുപോകാൻ സാധിക്കാത്ത, പോരാൻ സാധിക്കാത്ത കെണികളിൽ ഞാൻ അകപ്പെട്ടു എന്ന് വരാം. എൻ്റെ വിശുദ്ധമായ ജീവിതം തീർത്ഥാടനം പോലെ പൗത്രീകരിക്കപ്പെട്ടിരുന്ന എൻ്റെ ജീവിതം വഴിമാറി ഒഴുകാൻ, അങ്ങില്ലാതെ ഒഴുകാനിടയായിത്തീരുന്നു. കാഴ്ചപ്പാടുകൾ മാറി ആൾക്കൂട്ടങ്ങളിലും ആരവങ്ങളിലും മുഴുകി ഒരു ഉല്ലാസയാത്ര പോലെ എൻ്റെ ജീവിതം അർത്ഥരഹിതമായി തീരും. കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. നഷ്ടപ്പെടാനിടയാകുന്ന സാഹചര്യങ്ങളെ കർത്താവായ യേശുവേ തിരിച്ചറിയാനുള്ള കൃപ നൽകണമേ. നമുക്കെല്ലാവർക്കും തീവ്രമായ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ എഴുന്നള്ളി വരേണമേ. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ചൊല്ലുക. രക്ഷകനായ യേശുവേ, രക്ഷകനായ യേശുവേ, അങ്ങേ എന്റെ ഏക കർത്താവായി, എന്റെ ഏക രക്ഷകനായി ഞാൻ ഏറ്റുപറയുന്നു. സാത്താനെയും അവന്റെ എല്ലാ വഴികളെയും അവന്റെ എല്ലാ പ്രബോധനങ്ങളെയും അവന്റെ എല്ലാ ആഡംബരങ്ങളെയും
ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു, ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു, വെറുത്തുപേക്ഷിക്കുന്നു, വെറുത്തുപേക്ഷിക്കുന്നു, വെറുത്തുപേക്ഷിക്കുന്നു. വെറുത്തുപേക്ഷിക്കുന്നു. രക്ഷകനായ യേശുവേ, രക്ഷകനായ യേശുവേ, കർത്താവായി കർത്താവായി എന്നിലേക്ക് എന്നിലേക്ക് എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ എന്റെ ജീവിതത്തിന്റെ ഏക നിയമമായി, ഏക നിയമമായി, ഏക ശക്തിയായി, ഏക ശക്തിയായി, ഏക ആശ്രയമായി ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു. എഴുന്നള്ളി വരണമേ, 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 എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരങ്ങളാലും ദാനങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ അഭിഷേകപൂർണ്ണമാക്കി തീർക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ സാക്ഷ്യപൂർണ്ണമാക്കി തീർക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനം നൽകണമേ, ബുദ്ധി നൽകണമേ, അറിവ് നൽകണമേ, ആലോചന നൽകണമേ, വിവേകം നൽകണമേ, ദൈവഭയം നൽകണമേ, ദൈവഭക്തി നൽകണമേ, വിശ്വാസത്തിന്റെ അഭിഷേകം നൽകണമേ, പ്രാർത്ഥനയുടെ വരം നൽകണമേ, പ്രബോധനത്തിന്റെ വരം നൽകണമേ, പ്രഘോഷണത്തിന്റെ വരം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുശ്രൂഷയുടെ വരം നൽകണമേ, ശുശ്രൂഷയുടെ വരം നൽകണമേ, ശുശ്രൂഷയുടെ വരം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം നൽകണമേ, സമാധാനം നൽകണമേ, ആനന്ദം നൽകണമേ, ക്ഷമ നൽകണമേ, ദയ നൽകണമേ, ആത്മധൈര്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മസംയമനം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുക. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ, സ്നേഹം നൽകണമേ, സമാധാനം നൽകണമേ, ആനന്ദം നൽകണമേ, ക്ഷമ നൽകണമേ, ദയ നൽകണമേ, നന്മ നൽകണമേ, വിശ്വസ്തത നൽകണമേ, ആത്മസംയമനം നൽകണമേ, സൗമ്യത നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ശുശ്രൂഷകളാക്കി രൂപാന്തരപ്പെടുത്തണമേ. തിന്മയുടെ ശക്തിക്കെതിരെ പോരാടാൻ ഞങ്ങളെ കവചം ധരിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തവും അവിടുന്ന് പുറപ്പെട്ട അരുവിയും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കും, ബലപ്പെടുത്തും. അവിടുത്തെ തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവുന്ന അരുവിയിൽ നമ്മെ നിരന്തരം വിശുദ്ധീകരിച്ച് ബലപ്പെടുത്തും. ഈ അരുവി നമ്മൾ ഓരോരുത്തരിൽ നിന്നും പൊട്ടിയൊഴുകുവാൻ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് ഒഴുകുവാൻ, അനേകരിലേക്ക് ഒഴുകിയിറങ്ങുവാനിടയാവട്ടെ. ഈ അരുവി അനേകരെ വിശുദ്ധീകരിക്കട്ടെ. വരണ്ട ഇടങ്ങളിൽ നനവിൻ്റെയും കുളിർമയുടെയും അനുഭവം നൽകട്ടെ. കൃപ മുളയ്ക്കാത്തിടത്ത് കൃപ മുളപ്പിക്കുന്ന അത്ഭുതം ഈ അരുവിയിലൂടെ പകരാനിടയാവട്ടെ. ഈ ആശീർവാദത്തിലൂടെ ഈ കൃപ സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന
എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ആ പ്രവാഹമുണ്ടാവാനിടയാകും. വിശ്വാസത്തോടെ തിരുവോസ്തിയിലേക്ക് നമുക്ക് നോക്കാം. ഈ ആശീർവാദത്തിന് വേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ ശരീരം മുറിച്ച് ഞങ്ങളെ തീറ്റുകയും തൻ്റെ രക്തം കലർത്തി ഞങ്ങളെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കുകയും ചെയ്ത സ്വർഗീയപ്പമായ തനിക്ക് സ്തുതി. വിശുദ്ധ കുർബാനയോടെ വാഴ്വ് നടത്തുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലകുന്യവുമോ സ്വതകായ ഇറന്മാരിൽ നിന്നും മാലാഖമാരിൽ നിന്നും മറഞ്ഞിരിക്കുന്ന പിതാവായ ദൈവമേ, നിന്റെ മുമ്പാകെയും തൻ്റെ സ്നേഹം മൂലം ലോകത്തിന് വെളിപ്പെട്ട നിന്റെ വാത്സല്യപുത്രന്റെ മുമ്പാകെയും തൻ്റെ ആവസിപ്പ ലോകത്തെ പുണ്യപ്പെടുത്തിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുമ്പാകെയും ഈ ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവ മുഴുവൻ്റെയും കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ മരിച്ചുപോയവരുടെയും ആശ്വാസത്തിനും നല്ല അനുസ്മരണയ്ക്കും ഉതകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. ജീവാഹാരം ഞാൻ തന്നെ നാഥൻ താൻ ചൊല്ലി ഉയരെ നിന്ന ഞാൻ വന്നു രക്ഷിപ്പാൻ ലോകം അയച്ചുതാതൻ വചനമാതാം എന്നെ കർഷകനെ പോൽ ഗബറിയേൽ വിതച്ചു സൽഭൂമറിയാം ഗർഭേ ഞാൻ റൂഹായാൽ ജാതനായി ദൂതന്മാരവർ ചെയ്യുമ്പോൾ ആചാര്യർ കൈകളിൽ ഹല്ലേലൂയ ഘോഷിക്കും എന്നെ പ്രിയോറാകെ മേലനുവാദാറേ. വെടിപ്പുള്ള ആത്മാക്കളുടെ മണവാളനും തന്റെ സുഗന്ധവാസനയാൽ മണവാട്ടിയായ വിശുദ്ധ സഭയ്ക്ക് സ്നേഹത്തെ സമർപ്പിച്ച ഭംഗിയുള്ള പണിനീർ പുഷ്പവുമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, നിന്റെ വിശുദ്ധ ശരീരത്തിന്റെ മാധുര്യത്താൽ ഞങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്റെ ദൈവിക സ്നേഹത്താൽ കത്തിജ്വലിക്കുവാൻ തക്കവണ്ണം ഇമ്പമുള്ളതും വിസ്മയനീയവുമായ നിന്റെ രക്തത്തിന്റെ മാധുര്യത്താൽ ഞങ്ങളെ ലഹരി പിടിപ്പിക്കുകയും ചെയ്യണമേ. ഓ ശബാബ് കോലി ശുബാവൽമീ. ആമേൻ.
ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർ നൽ ശരണം നീ, മൃദുർ